മൗലീദിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി എഴുതുന്ന വരികൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. സഹോദരങ്ങളെ, ഈ 4 വരികളെക്കുറിച്ച് നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. ആരുടെ കാലത്ത് പതിവില്ലാത്തതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, സ്വഹാബികളുടെ കാലത്ത്, താബിഉകളുടെ കാലത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസ് എന്ന് വിശേഷിപ്പിച്ച, ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിച്ച ആദ്യകാല മുസ്ലിം തലമുറകളിൽ അത് പതിവില്ലാത്തതാണ് എന്ന്. അത് ഹിജ്റ 300 ശേഷം വന്നതാ. അഥവാ ഇന്ന് നമ്മൾ കാണുന്ന മൗലീദ് ആഘോഷിക്കുന്ന ആ ഒരു രീതി അത് ആദ്യകാല മുസ്ലിങ്ങളുടെ പതിവായിരുന്നില്ല എന്ന്, അത് പിന്നീട് മുസ്ലിങ്ങൾക്കിടയിൽ വന്നതാണ് എന്ന് സുന്നി പണ്ഡിതനായ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം സത്യസന്ധമായി പറയേണ്ടതുണ്ട്. തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ഈ ചരിത്ര വിവരം എഴുതിയത് മൗലീദിനെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം നമുക്ക് അതേ ബൈത്തിൽ വായിക്കാൻ സാധിക്കും. തുടർന്ന് അദ്ദേഹം മുളഫർ രാജാവിൻ്റെ മൗലീദ് ആഘോഷത്തെക്കുറിച്ചും വീടുകളിൽ മൗലീദ് നടക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു നല്ല കാര്യമായിക്കൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലപാടിനെ നമുക്കിവിടെ വളച്ചൊടിക്കേണ്ട ഒരാവശ്യമില്ല. എന്നാൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ആ ചരിത്ര സാക്ഷ്യം അത് നമുക്കൊരിക്കലും അവഗണിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണല്ലോ, മൗലീദ് കഴിക്കൽ ആദ്യകാല മുസ്ലിങ്ങളുടെ പതിവായിരുന്നില്ല എന്ന്. അത് ഹിജ്റ 300 ശേഷം, ഹിജ്റ 3-ാം നൂറ്റാണ്ടിന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുകൂടിയ ഒന്നാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിവിടെ ചിന്തിക്കണം. മൗലീദ് കഴിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ തൻ്റെ സ്വന്തം ജന്മദിനം ആഘോഷിക്കാൻ ഏറ്റവും വലിയ അവകാശമുണ്ടായിരുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബികൾ ഈ മൗലീദ് കഴിക്കാൻ ഏറ്റവും മുമ്പിലുണ്ടാകുമായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു പ്രത്യേക ആഘോഷമായി ആചരിച്ചത് നമുക്കെവിടെയും ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല.